ഹരേ കൃഷ്ണ. നമ്മളെ പലരും പല ആവശ്യങ്ങൾക്കായിട്ട് ദിവസവും പുറത്തു പോകുന്നവരായിരിക്കും. പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ദിവസവും നമുക്ക് ഇടപഴകേണ്ടി വരും. പല രീതിയിൽ നമ്മളെ നെഗറ്റീവ് എനർജീസ് ബാധിക്കാൻ ഇടയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അവിടെ എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമുക്കറിയാമെങ്കിലും അവരിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. അവരുടെ കൂടെ തന്നെ നിന്ന് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. പരിചയമില്ലാത്ത വണ്ടികളിൽ കയറി ഉള്ള രാത്രി യാത്രകൾ ഇന്ന് സർവ്വസാധാരണമാണ്, ജോലി സംബന്ധമായോ അല്ലാതെയോ. അപ്പോൾ ഇങ്ങനെ പല പല സാഹചര്യങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജീസ് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾക്ക് ചില വസ്തുക്കൾ നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ പീസ് കറുത്ത തുണി എടുക്കാം. അതിലേക്ക് 2 കല്ലുപ്പ്, 3 കുരുമുളക്, ഒരു ചെറിയ പീസ് പച്ച കർപ്പൂരം, ഒരു ചെറിയ പീസ് ആലം, കറുത്ത മഞ്ഞളിന്റെ ചെറിയ ഒരു കഷ്ണം, ഇരുമ്പിന്റെ ചെറിയ ഒരു ആണി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം കരിക്കട്ടയാണ്. വയമ്പുണ്ടെങ്കിൽ വയമ്പ് കത്തിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചാർക്കോളില്ലേ, അത് ഒരു കഷ്ണം എടുത്ത് വെച്ചാൽ മതി. വയമ്പ് വെക്കുന്ന ഒത്തിരി നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയ പൗച്ചിലിട്ട് വെക്കണം. ഇത് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കണം. നമ്മുടെ പേഴ്സിൽ വെക്കാം, അല്ലെങ്കിൽ പിന്നെ പാൻറ്റിന്റെയോ ഷർട്ടിന്റെയോ പോക്കറ്റിൽ വെക്കാം. ചുരിദാറിന്റെ ടോപ്പിലൊക്കെ ഇപ്പം പോക്കറ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ വെക്കാം. നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജീസിനെ എല്ലാം ഈ വസ്തുക്കൾ വലിച്ചെടുക്കും. അങ്ങനെ നമുക്കൊരു സംരക്ഷണം കിട്ടും. മാസത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഇത് മാറ്റിയാൽ മതി. വീട്ടിൽ വന്നതിന് ശേഷം 1/2 സ്പൂൺ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതേപോലെ നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പോസിറ്റീവ് വൈബ്രേഷൻസ് ദിവസവും കൂട്ടി കൊണ്ടുവരണം. ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും ഒക്കെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.